അഗ്രിഫാം ആൻഡ് ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റുകളെ കുറിച്ചാണ്. ഏതൊരു ഇലക്ട്രോണിക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നതിനും ഇലക്ട്രോണിക്സ് സർക്യൂട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റുകൾ ആവശ്യമാണ്. അപ്പോൾ ഏതൊരു ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലും ഉപയോഗിച്ച് വരുന്ന ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റുകളെ കുറിച്ച് നമുക്ക് ഇന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റുകൾ പ്രധാനമായും ആക്റ്റീവ് കമ്പോണൻറ്റ്, പാസീവ് കമ്പോണൻറ്റുകളാണ് ഉപയോഗിച്ച് വരുന്നത്. തുടർന്ന ക്ലാസ്സുകൾ ഡീറ്റെയിൽസ് ആയി എന്താണ് ആക്റ്റീവ് കമ്പോണൻറ്റ്, എന്താണ് പാസീവ് കമ്പോണൻറ്റുകൾ എന്ന് നമുക്ക് പഠിക്കാം. ഇപ്പോൾ പ്രാക്ടിക്കലായി നമുക്ക് ഓരോ കമ്പോണൻറ്റുകളുടെ പേരും ഉപയോഗങ്ങളും ലാബിൽ പോയി നമുക്ക് പഠിക്കാം. ഡീറ്റെയിൽസായി നമ്മൾ ഓരോ കമ്പോണൻറ്റുകളെയും ഈ ക്ലാസ്സിൽ പഠിക്കുന്നില്ല, അത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം. എക്സാമ്പിൾ, ഒരു എല്ലാ ഇലക്ട്രോണിക്സ് സർക്യൂട്ടുകളിലും ഇലക്ട്രോണിക്സ് ബോർഡുകളിലും ഉപയോഗിച്ച് വരുന്ന ഒരു കമ്പോണൻ്റാണ് റെസിസ്റ്റർ. അപ്പോൾ റെസിസ്റ്റർ, വ്യത്യസ്ത തരം റെസിസ്റ്ററുകളുണ്ട്. വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വ്യത്യസ്ത തരം റെസിസ്റ്ററുകൾ ഉപയോഗിച്ച് വരും. ഇതുപോലെയുള്ള എല്ലാ കമ്പോണൻറ്റുകളും വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വ്യത്യസ്ത തരം കമ്പോണൻറ്റുകൾ ഉപയോഗിച്ച് വരുന്നു. നമുക്ക് ലാബിലോട്ട് പോയി ഓരോ കമ്പോണൻറ്റുകൾ പോയി നമ്മളിപ്പോൾ ലാബിൽ വന്നിരിക്കുന്നു. നമുക്കിവിടെ കുറേ കമ്പോണൻറ്റുകൾ കാണാം. ഓരോന്നായി അത്യാവശ്യ കമ്പോണൻറ്റുകൾ ഇപ്പോൾ പരിചയപ്പെടാം. തുടർന്നുള്ള വീഡിയോകളിൽ ഡീറ്റെയിൽസായും ഉപയോഗങ്ങളും മറ്റും പഠിക്കാം. പ്രധാനമായി രണ്ട് തരം കമ്പോണൻറ്റുകളാണ് ഉപയോഗിച്ച് വരുന്നത്: ത്രൂ ഹോൾ കമ്പോണൻറ്റും SMD കമ്പോണൻറ്റും. പഴയകാല പ്രിൻ്റഡ് സർക്യൂട്ടുകളിൽ ഉപയോഗിച്ച് വരുന്നത് ത്രൂ ഹോൾ കമ്പോണൻ്റാണ്. ത്രൂ ഹോൾ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ത്രൂ ഹോൾ കമ്പോണൻറ്റ് ഫിക്സ് ചെയ്യാനുള്ള പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡാണ്. എക്സാമ്പിൾ, ഈ ഒരു കമ്പോണൻറ്റ്, ഇതിൻ്റെ ലീഡ് ഉണ്ടോ? 2 ലീഡ് ഉണ്ടാവും, 3 ലീഡ് ഉണ്ടാവും. ഐസികളാണ്, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ്, കൂടുതൽ ലീഡുകളുണ്ടാവും. അല്ലെങ്കിൽ ലീഡുകൾ കാണാം. അപ്പോൾ പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡിൽ നമുക്ക് അതാത് പാക്കേജിനനുസരിച്ച് പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡിൽ പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡ് ഡിസൈൻ ചെയ്തിരിക്കും ഓരോ കമ്പോണൻറ്റിൻ്റെ ഫുട് പ്രിൻ്റ്. ഈ ഹോളിൽ കൂടെയാണ് നമ്മൾ കമ്പോണൻറ്റുകൾ ഇൻസേർട്ട് ചെയ്ത് സോൾഡർ ചെയ്യുന്നത്. ഇതിനെ ത്രൂ ഹോൾ കമ്പോണൻറ്റ് എന്ന് പറയും. ഞാൻ ലീഡ് കാണാൻ പറ്റും. ഇന്നത്തെ പുതിയ ഡിവൈസുകളിലും എല്ലാ ഡിവൈസുകളിലും ഉപയോഗിച്ച് വരുന്നത് SMD കമ്പോണൻ്റാണ്, സർഫസ് മൗണ്ട് ഡിവൈസ്. എക്സാമ്പിൾ നമുക്ക് കാണാം. ഇത് അർഡിനോ യൂനോ ബോർഡാണ്. ഇതിൽ കൂടുതലായും SMD കമ്പോണൻറ്റുകൾ ഉപയോഗിച്ച് വരുന്നു. SMD കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാം. ഈ IC കണ്ടു. ഇത് സോൾഡർ ചെയ്തിരിക്കുന്ന ഹോളിലല്ല, സർഫേസ്, ഇതിൻ്റെ PCBയുടെ സർഫേസിലാണ്. ഈ ക്രിസ്റ്റൽ, ഈ റെഗുലേറ്റഡ് IC ഇത് ത്രൂ ഹോളിലൂടെ അല്ല സോൾഡർ ചെയ്തിരിക്കുന്നത്, PCBയുടെ സർഫേസിലാണ്. ഇതിനെയാണ് സർഫേസ് മൗണ്ട് കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ഇത് സർഫേസ് മൗണ്ട്. ഈ IC സോക്കറ്റ് ത്രൂ ഹോൾ കമ്പോണൻ്റാണ്. ഈ IC ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന
ഇത് വേറെ മൊഡ്യൂളാണ്, സോറി. ഇതെല്ലാം SMD കമ്പോണൻ്റാണ്, സർഫസ് മൗണ്ട് കമ്പോണൻറ്റ്. ഇത് എല്ലാം റെസിസ്റ്റർ, കപ്പാസിറ്റർ, എല്ലാ ഡിവൈസുകളും അവൈലബിൾ ആണ് SMD. ഇന്നത്തെ പുതിയ ന്യൂ ഡിവൈസുകളെല്ലാം ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, മദർ ബോർഡ്, സ്പേസുകളും മറ്റും ലാഭിക്കാൻ വേണ്ടി SMD സർക്യൂട്ടുകളാണ് ഇന്ന് കൂടുതലായി ഉള്ളത്. നമുക്ക് കമ്പോണൻറ്റുകളെ കുറിച്ച് പഠിക്കാം. ഇത് റെസിസ്റ്റർ. ഓക്കെ, ഏതൊരു ബേസിക് ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ നമ്മൾ റെസിസ്റ്റർ ഉപയോഗിച്ച് വരും. ഇലക്ട്രിസിറ്റി ഫ്ലോയും വോൾട്ടേജ് ഡ്രോപ്പും ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഉണ്ടാക്കി ആവശ്യമായ വോൾട്ടേജും കറണ്ടും ഓരോ സെക്ഷനിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി റെസിസ്റ്റർ ഉപയോഗിക്കുന്നു. ഇലക്ട്രോണിക്സ് ഫ്ലോ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് റെസിസ്റ്റർ ഉപയോഗിക്കുന്നത്. ഇത് ഒരു റെസിസ്റ്ററാണ്, കാർബൺ മെറ്റൽ ഫിലിം. ഇത് സെയിം ടൈപ്പ് തന്നെയാണ് കാർബൺ കോമ്പൗണ്ട് എന്ന മെറ്റീരിയൽ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന റെസിസ്റ്റർ. റെസിസ്റ്ററിൻ്റെ വാല്യൂ കണക്കാക്കുന്നത് ഓംസിലാണ്. ഡിഫറെൻറ്റ് വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽസായി വാട്ട് ഈസ് റെസിസ്റ്റർ, എത്ര തരം റെസിസ്റ്റർ ഉണ്ട്, SMD റെസിസ്റ്റർ, വാല്യൂ, കളർ കോഡിങ്, SMD വാല്യൂ, അതൊക്കെ നമ്മൾ നെക്സ്റ്റ് തുടർന്നുള്ള വീഡിയോയിൽ പഠിക്കുക. ഇത് ജസ്റ്റ് ഒരു ബേസിക് ഐഡിയയ്ക്ക് വേണ്ടി ഇതാണ് റെസിസ്റ്റർ, മെറ്റൽ ഫിലിം റെസിസ്റ്റർ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റർ ഉണ്ട്, അതൊക്കെ തുടർന്ന് പഠിക്കാം. ഇത് കപ്പാസിറ്റർ എന്ന് പറയും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്ററുകൾ അവൈലബിൾ ആണ്. ഇതൊരു തരം കപ്പാസിറ്ററാണ്. ഇത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ എന്ന് പറയും. ഇതെല്ലാം ത്രൂ ഹോൾ കമ്പോണൻ്റ് ആണ്. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ. ഓക്കെ, നമുക്ക് ഡിഫറെൻറ്റ് സൈസിൽ കപ്പാസിറ്ററുകൾ കാണാം. വോൾട്ടേജും അതിൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ച് കപ്പാസിറ്ററുകളുടെ സൈസ് മാറ്റപ്പെടാം. ഓക്കെ, ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ. ഇത് സെറാമിക് കപ്പാസിറ്റർ. ഇതൊക്കെ സെറാമിക് കപ്പാസിറ്റർ. പോളിസ്റ്റർ കപ്പാസിറ്റർ. ഓക്കെ, ഇത് കപ്പാസിറ്ററാണ്. ഇത് ട്രാൻസിസ്റ്റർ. ഓക്കെ, ഏതൊരു ഇലക്ട്രോണിക്സിലും ഒരു മെയിൻ ഫങ്ഷനായി ഉപയോഗിക്കുന്നത് ട്രാൻസിസ്റ്റർ. സ്വിച്ചിങ്, ആംപ്ലിഫിക്കേഷൻ, ഓസിലേഷൻ എല്ലാ സർക്യൂട്ടും ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിച്ചിരുന്നു. ട്രാൻസിസ്റ്ററുകളും ഡിഫറെൻറ്റ് പാക്കേജിലും ഡിഫറെൻറ്റ് സൈസ് ആവശ്യത്തിൻ്റെ അനുസരിച്ച് ഡിഫറെൻറ്റ് സെക്ഷനുകൾക്ക് വ്യത്യസ്ത തരം ട്രാൻസിസ്റ്ററുകൾ, പവർ ട്രാൻസിസ്റ്റർ, ഓസിലേഷനിൽ ഉപയോഗിക്കുന്ന ഓസിലേറ്റർ ട്രാൻസിസ്റ്റർ, സ്വിച്ചിങ്ങിന് ഉപയോഗിക്കുന്ന സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ എന്ന വ്യത്യസ്ത ട്രാൻസിസ്റ്ററുകൾ അവൈലബിൾ ആണ്. ഇത് ബേസിക് ആയിട്ടുള്ള ട്രാൻസിസ്റ്ററാണ്. നോർമൽ കോമൺ ട്രാൻസിസ്റ്റർ. ഇതിൽ 3 ലീഡ് ഉണ്ടായിരിക്കും. ഡിഫറെൻറ്റ് നമ്പേഴ്സ്. ഇതിൽ ഓരോ ട്രാൻസിസ്റ്ററിനും ഓരോ നമ്പറുകളുണ്ട്. BC 549, 547. ഇതാണ്. ഇത് ത്രൂ ഹോൾ കമ്പോണൻ്റ് ആണ്. ട്രാൻസിസ്റ്ററുകൾ പ്രധാനമായും 3 ലീഡുകളുണ്ട്: എമിറ്റർ, ബേസ്, കളക്ടർ. ഇതിൻ്റെയൊക്കെ ഫങ്ഷനും കാര്യങ്ങളും മറ്റുള്ള വീഡിയോയിൽ പറയാം. ഇത് റിയൽ ആയിട്ടുള്ള കമ്പോണൻറ്റുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമ്മൾ ഏതൊരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുമ്പോഴും വരയ്ക്കുമ്പോഴും നമ്മൾ എക്സാക്ട്ലി ഈ പിക്ചർ അവിടെ വരക്കാറില്ല. ഓരോ ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റിനും ഇലക്ട്രോണിക് സിമ്പിൾസ് ഉണ്ട്. ആ സിമ്പിൾസ് ഉപയോഗിച്ചാണ് ഡിസൈൻ ചെയ്യുന്നത് സർക്യൂട്ട്. അപ്പോൾ ഓരോ ലീഡിനും ഓരോ പാക്കേജിനനുസരിച്ച്
വ്യത്യസ്ത ലീഡ് നെയിം, ലീഡ് നമ്പറിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സിൽ. ഇതാണ് ട്രാൻസിസ്റ്റർ. ഇത്തരം ഇത് 1 ടൈപ്സ് ഓഫ് പാക്കേജാണ്. ഡിഫറെൻറ്റ് പാക്കേജിൽ കാണാം. ഈ ടൈപ്പ് പാക്കേജിലും ട്രാൻസിസ്റ്ററുകൾ വരുന്നുണ്ട്. പവർ ട്രാൻസിസ്റ്റർ ഇതിനേക്കാളും വലിയ സൈസിലും വരുന്നുണ്ട്. ഇതെല്ലാം ത്രൂ ഹോൾ കമ്പോണൻ്റാണ്. ഇത് LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. നമുക്കറിയാം ഇതൊരു തരം ഡയോഡാണ്. ഇത് ലൈറ്റ് എമിറ്റ് ചെയ്യും. ഓക്കെ, ഇത് ത്രൂ ഹോൾ കമ്പോണൻറ്റ്. ഇതിന് കാഥോഡ് ആനോഡ് ലീഡുകളുണ്ട്. ഒരു തരം ഡയോഡ്, ബട്ട് ഇതിൻ്റെ ഫംഗ്ഷൻ ലൈറ്റ് എമിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇത് ക്രിസ്റ്റൽ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ക്രിസ്റ്റൽ ഉപയോഗിക്കുന്നു. മൈക്രോ കൺട്രോൾ സർക്യൂട്ടിലും മറ്റും കൂടുതലായി ഉപയോഗിച്ച് വരുന്നു. മെഗാഹെർട്സ്, കിലോഹെർട്സ് റേഞ്ചിലാണ് ഇതിൻ്റെ വാല്യൂ. ഇത് ഇൻഡക്ടർ കോയിൽ എന്ന് പറയും. ഒരു കോപ്പർ വയർ വൗണ്ട് ചെയ്തിട്ടുള്ള ഒരു കോപ്പർ വയർ. അത് ആണ് കോപ്പർ വയർ വൗണ്ട് ചെയ്തിട്ട് 2 ലീഡുകളുണ്ടാവും, 4 ലീഡുകളുണ്ടാവും. ഇൻഡക്ടർ എന്ന് പറയുന്നത്. ഇത് ട്രാൻസ്ഫോർമർ, ഫെറൈറ്റ് കോർ ട്രാൻസ്ഫോർമറാണ്. ഇതിൽ കോപ്പർ വൈൻഡിങ്ങുകളുണ്ടാവും. അതിൽ പ്രൈമറി വൈൻഡിങ്, സെക്കൻഡറി വൈൻഡിങ്, അങ്ങനെ 2 തരം വൈൻഡിങ്ങുകളുണ്ടാവും. നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള വോൾട്ടേജിലും ആംപിയറിലും ഉച്ചത്തെ ഫ്രീക്വൻസിയിലും ഔട്ട്പുട്ട് ഇൻപുട്ടും ആവശ്യത്തിനനുസരിച്ച് ട്രാൻസ്ഫോമർ ഡിസൈൻ ചെയ്യുന്നുണ്ട്. സ്റ്റെപ്പ് അപ്പ്, സ്റ്റെപ്പ് ഡൗൺ, പലതരം ട്രാൻസ്ഫോമർ അവൈലബിൾ ആണ്. ലോ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുന്ന ട്രാൻസ്ഫോമറുണ്ട്, ഹൈ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുന്ന ട്രാൻസ്ഫോമറുണ്ട്. ഇത് SMPS ഉപയോഗിക്കുന്ന ഒരു തരം ട്രാൻസ്ഫോമറുകളാണ്. ട്രാൻസ്ഫോമറുകൾ ഇതിന് വൈൻഡിങ് ഉണ്ടാവും, പ്രൈമറി, സെക്കൻഡറി. അതൊക്കെ നമുക്ക് ഓരോ ക്ലാസ്സിലും പഠിക്കേണ്ടി വരും, ഡീറ്റെയിൽസ്. പ്രൈമറി വൈൻഡിങ്, സെക്കൻഡറി വൈൻഡിങ് ഒക്കെ. ഇത് ഫോട്ടോ ട്രാൻസിസ്റ്ററാണ്. 3 ലീഡ് ഉണ്ടാവും. ത്രൂ ഹോൾ കമ്പോണൻ്റാണ്. ഇത് കൂടുതലായും നമ്മൾ ഹോബി സർക്യൂട്ടുകൾക്ക് ഉപയോഗിക്കാം. ആർഡിനോ സർക്യൂട്ടുകൾക്ക് ഫോട്ടോ ട്രാൻസിസ്റ്റർ എന്ന് പറയും. ഇൻഫ്രാറെഡ് ലൈറ്റ് ഉപയോഗിച്ച് നമുക്ക് വ്യത്യസ്ത സർക്യൂട്ടുകളെ ഓൺ ഓഫ് ചെയ്യിപ്പിക്കാനൊക്കെ ഉപയോഗിക്കാം. ഇത് 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ. 4 ഡിജിറ്റൽ 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇതിനെയാണ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൽ 7 LED ഉണ്ടാവും. 7 സെഗ്മെൻറ്റ്. 1 കോമൺ ആയിരിക്കും. കോമൺ കാഥോഡോ കോമൺ ആനോഡോ. ബാക്കി ഓരോ ലീഡും കോമൺ ആനോഡാണ്. ബാക്കിയെല്ലാം കാഥോഡുകളായിരിക്കും. കോമൺ കാഥോഡാണെങ്കിൽ 1 പോയിൻ്റ് കോമൺ ആയിരിക്കും, മറ്റതെല്ലാം ആനോഡായിരിക്കും. അതാണ്. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്പർ ആൻഡ് സം ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കുന്നത്. റിലേ മോഡ്യൂൾ. റിലേ എന്ന് പറഞ്ഞാൽ ലോ വോൾട്ടേജ് ഉപയോഗിച്ച് ഹൈ വോൾട്ടേജ്, ഹൈ കറണ്ട് നമുക്ക് സ്വിച്ചിങ് ചെയ്യാം. ആർഡിനോ ആൻഡ് മൈക്രോ കൺട്രോൾ ഉപയോഗിച്ച പ്രൊജക്റ്റുകൾ ഉപയോഗിച്ച് നമുക്ക് നമ്മൾ 5 വോൾട്ട്, 3 വോൾട്ട് കൊണ്ട്, 5 വോൾട്ട്, 12 വോൾട്ട് കൊണ്ട് ഇതിനെ പ്രവർത്തിപ്പിച്ച് ഹൈ 230 ഹൈ കറണ്ട്, ഹൈ വോൾട്ടേജുകൾ നമുക്ക് സ്വിച്ചിങ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസുകൾ നമുക്ക് വ്യത്യസ്തമായ ക്ലാസ്സുകളിൽ പഠിക്കാം. ഇതിന് സർക്യൂട്ടുമായി ഇൻ്റർഫേസ് ചെയ്യാൻ കോയിലുകളുണ്ട്. അത് കണക്ട് ചെയ്യും. ഔട്ട്പുട്ടിൽ അതിൻ്റെ കോണ്ടാക്റ്റുകളുണ്ട്. ആ കോണ്ടാക്റ്റിലാണ് നമ്മൾ
എക്സ്റ്റേണൽ ഡിവൈസുകൾ കണക്ട് ചെയ്ത് സ്വിച്ചിങ് ചെയ്യുന്നത്. NC/NO കോണ്ടാക്റ്റുകളിൽ ഡബിൾ പോൾ ഉണ്ട്, സിംഗിൾ പോൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേ അവൈലബിൾ ആണ്. ഇറ്റ് സ്മോൾ സൈസ്. 5 വോൾട്ട് റിലേ അവൈലബിൾ ആണ്, 12 വോൾട്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേ നമുക്ക് ഉപയോഗിക്കാം. റിലേ മൊഡ്യൂൾസ് അവൈലബിൾ ആണ്. ആ മൊഡ്യൂൾസുകളിൽ കുറച്ച് SMD സർക്യൂട്ട്സ് ഉണ്ട്, ഡബിൾ സിംഗിൾ റിലേ ഒക്കെ ഉണ്ട്. റിലേ ഇത് IC എന്ന് പറയും, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഡിഫറെൻറ്റ് പാക്കേജുകളിൽ ICകൾ വരും. 4 പിൻ, 8 പിൻ, 16 പിൻ. ഇത് ത്രൂ ഹോൾ IC ആണ്. ലെഗ് കാണും, അത് PCBയിൽ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി. SMD ആണെങ്കിൽ സർഫേസ് മൗണ്ട് ടൈപ്സ് ആയിരിക്കും. IC എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. അതിനകത്ത് വലിയ ഈ സെമി കണ്ടക്ടറും മറ്റും ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയ ഒരു വലിയ സർക്യൂട്ടുകൾ ഇതിനകത്ത് തന്നെ ഓൾറെഡി സർക്യൂട്ട് ഉണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് പവർ സപ്ലൈയും അതിൻ്റെ ഔട്ട്പുട്ട് ഇൻപുട്ട് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഇതേ പാക്കേജിലാണ് മൈക്രോ കൺട്രോളർ. മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കംപ്ലീറ്റ് ഒരു കമ്പ്യൂട്ടർ, RAM, CPU, ALU എല്ലാ യൂണിറ്റും ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിനകത്ത് ഉണ്ടാവും. ഇതിന് IC എന്ന് പറയും, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഇത് PCB, പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്. നമ്മൾ OB സർക്യൂട്ടുകൾ മറ്റും ഉണ്ടാക്കാൻ നമ്മൾ ഡിസൈൻ ചെയ്ത സർക്യൂട്ടുകൾ ഈ ഇതുപോലുള്ള PCBയിലാണ് അസംബിൾ സോൾവ് ചെയ്യുന്നത്. ഇത് കോമൺ PCB എന്ന് പറയും, നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ മറ്റും ഉപയോഗിക്കുന്ന പ്രിൻറ്റഡ് സർക്യൂട്ട്. ചില ഡെഡിക്കേറ്റഡ് ആവശ്യത്തിന് PCB സർക്യൂട്ട് നമ്മൾ ഏതാ സർക്യൂട്ട് അതിനനുസരിച്ച് ഡിസൈൻ ചെയ്തെടുക്കണം. ഇതൊരു തരം ഡിസൈൻ ചെയ്തെടുത്ത സർക്യൂട്ടാണ്, നമുക്ക് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഡിസൈൻ ചെയ്തതാണ്. ഡബിൾ ലെയർ PCB, സിംഗിൾ ലെയർ PCB, ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇതുപോലുള്ള PCBയിലാണ് നമ്മൾ പ്രോജക്റ്റിൽ അസംബിൾ ചെയ്യുന്നത്. നമ്മൾക്ക് സ്പെഷ്യലായിട്ട് PCB ഇല്ലെങ്കിൽ നമ്മൾ കോമൺ PCB ഉപയോഗിച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വേറെ ഡിസൈൻ ചെയ്ത് പെർഫെക്റ്റായി സ്മോൾ ഡിസൈൻ ചെയ്ത് നമുക്ക് PCB ഉണ്ടാക്കിയെടുക്കാം. ഇത് കണക്ടർ, വ്യത്യസ്തമായിട്ടുള്ള കണക്ടറുകൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണക്ടറുകൾ അവൈലബിൾ ആണ്. 2 പിൻ കണക്ടർ നമുക്ക് ഏതൊരു PCBയിലും ഇതുപോലുള്ള കണക്ടറുകൾ ഉപയോഗിച്ച് നമുക്ക് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻപുട്ട് കൊടുക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഈ കണക്ടറുകൾ ഉപയോഗിക്കാം. വാച്ചിങ്. നമുക്ക് അടുത്തുള്ള ക്ലാസ്സുകളിൽ ഓരോ കമ്പോണൻറ്റിൻ്റെ ഉപയോഗങ്ങളും സിമ്പിൾസിനെ കുറിച്ച് പഠിക്കാം. ഓരോ കമ്പോണൻറ്റും എങ്ങനെയാണ് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നതെന്ന് പഠിക്കാം. പിന്നെ ഡിഫറെൻറ്റ് മൊഡ്യൂൾസിനെ കുറിച്ചും നമുക്ക് പഠിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ സർക്യൂട്ടുകൾ എങ്ങനെ ഡിസൈൻ ചെയ്യാം, ഏത് തരം സർക്യൂട്ടുകളാണ്, ഏതൊക്കെയുണ്ട് സർക്യൂട്ടുകൾ, വ്യത്യസ്തമായിട്ടുള്ള സർക്യൂട്ടുകൾ ഉണ്ട്. അതൊക്കെ ഓരോന്നും ടെസ്റ്റ് ചെയ്ത് നമുക്ക് ലാബിൽ പഠിക്കാം. ഇലക്ട്രോണിക്സിൻ്റെ ബേസിക് ഫങ്ഷനുകളൊക്കെ കുറിച്ചും അടുത്തുള്ള ക്ലാസ്സിൽ പഠിക്കാം. റെക്ടിഫിക്കേഷൻ, ആംപ്ലിഫിക്കേഷൻ, ഓസിലേഷൻ, ഈ ഫങ്ഷനുകളെല്ലാം ഉപയോഗിച്ച് നമുക്ക് സർക്യൂട്ടുകൾ ഡിസൈൻ ചെയ്ത് ഓരോ OP സർക്യൂട്ടും പ്രൊജക്റ്റുകളും ഉണ്ടാക്കാം. തുടർന്നുള്ള ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ICകളും ട്രാൻസിസ്റ്ററുകളും മൈക്രോ കൺട്രോളറും ഉപയോഗിച്ച് നമുക്ക് ഓരോ ഹോബി പ്രോജക്റ്റും മറ്റു പ്രോജക്റ്റുകളൊക്കെ ഉണ്ടാക്കി നോക്കാം. കൂടാതെ ഈ കാലത്ത് കുറേ മൊഡ്യൂൾസുകൾ അവൈലബിൾ ആണ്. ഡിഫറെൻറ്റ് സെൻസർ മൊഡ്യൂളുകൾ, ഡിഫറൻസ് റിലേ മൊഡ്യൂൾ, സൗണ്ട് മൊഡ്യൂൾ, മൈക്കിൻ്റെ മൊഡ്യൂൾ, ഡിഫറെൻറ്റ് മൊഡ്യൂളുകൾ, എന്തൊക്കെ മൊഡ്യൂളുകൾ അതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ തുടർന്നുള്ള ക്ലാസ്സുകൾ പഠിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.